നമ്മൾ എല്ലാവരും ഒരുപോലെ ഒരു കാര്യം അനുഭവിച്ചിട്ടുണ്ട്. ഒരു ദിവസം രാത്രി ഒരു വീഡിയോ കാണും, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ കോട്ട് വായിക്കും. അപ്പോഴേക്കും നമ്മൾക്കൊരു വലിയ എനർജി കിട്ടും. ഇനി മുതൽ ഞാൻ മാറും, നാളെ മുതൽ ഞാൻ പുതിയ ജീവിതം തുടങ്ങും. പക്ഷേ സത്യം എന്താണെന്നറിയാമോ? ആ മോട്ടിവേഷൻ അധികം സമയം നീണ്ടു നിൽക്കില്ല. അതൊരു സ്പാർക്ക് പോലെയാണ്, ഒരു ചെറിയ തീപ്പൊരി. പക്ഷേ ജീവിതം മാറ്റുന്നത് സ്പാർക്കല്ല, ഡിസിപ്ലിനാണ്. മോട്ടിവേഷൻ നമ്മൾക്ക് ഫീൽ ഗുഡ് എനർജി തരുന്നു, പക്ഷെ അത് വളരെ അൺസ്റ്റേബിൾ ആണ്. ഒരു ദിവസം നിങ്ങൾക്ക് ഹ്യൂജ് മോട്ടിവേഷൻ ഉണ്ടാകും, അടുത്ത ദിവസം ഒന്നും ചെയ്യാൻ മനസ്സില്ല. ഉദാഹരണത്തിന്, നിങ്ങളൊരു ജിം പ്ലാൻ തുടങ്ങുന്നു. ഡേ 1 ഫുൾ മോട്ടിവേഷൻ, ഡേ 2 എനർജി കുറച്ചു, ഡേ 3 ഇന്ന് റെസ്റ്റ് എടുക്കാം, ഡേ 4 ജിം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ്. അല്ലെങ്കിൽ സ്റ്റഡി, ഒരു ദിവസം 5 മണിക്കൂർ പഠിക്കും, അടുത്ത ദിവസം ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യും. ഇത് ലേസിനെസ് അല്ല, ഇതൊരു മോട്ടിവേഷൻ ട്രാപ്പാണ്. കാരണം മോട്ടിവേഷൻ ഇമോഷൻസ് ബേസ്ഡ് ആണ്, എന്നാൽ ഡിസിപ്ലിൻ ഡിസിഷൻസ് ബേസ്ഡ് ആണ്. ഡിസിപ്ലിൻ എന്നത് മോട്ടിവേഷൻ ഉള്ളപ്പോൾ മാത്രം ആക്ഷൻ എടുക്കുന്നതല്ല. ഡിസിപ്ലിൻ എന്നത് മനസ്സില്ലെങ്കിലും ചെയ്യുക. നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ തോന്നുന്നില്ല, എന്നാൽ അലാം ഓഫ് ചെയ്താൽ പോലും എഴുന്നേൽക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ല, എന്നാൽ ബുക്ക് തുറക്കുക. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ എനർജിയില്ല, എന്നാൽ 10 മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് ചെയ്യുക. ഇത് വലിയ ഹീറോയിസം ഒന്നുമല്ല, ഇത് ചെറിയ ഡിസിഷൻസ് ആണ്. പക്ഷേ ഈ സ്മോൾ ഡിസിഷൻസ് റിപ്പീറ്റഡ് ഡെയിലി നിങ്ങളുടെ ജീവിതം സ്ലോലി മാറ്റും. ഒരു ഇൻട്രസ്റ്റിംഗ് ഡിഫറൻസ് നോക്കാം. 2 പീപ്പിൾ. പേഴ്സൺ എ മോട്ടിവേഷൻ വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് മൂഡുണ്ടാകുമ്പോൾ ഞാൻ തുടങ്ങും. പേഴ്സൺ ബി ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നു. മൂഡില്ലെങ്കിലും ഞാൻ സ്റ്റാർട്ട് ചെയ്യും. 6 മന്ത്സ് കഴിഞ്ഞാൽ പേഴ്സൺ എ ഇപ്പോഴും പ്ലാനിംഗ് സ്റ്റേജിൽ തന്നെ. പേഴ്സൺ ബി ഓൾറെഡി പ്രോഗ്രസ് ചെയ്തിരിക്കും. കാരണം ആക്ഷൻ ബീറ്റ്സ് മോട്ടിവേഷൻ. ഡിസിപ്ലിൻ സഡൻലി ബിൽഡ് ചെയ്യാൻ കഴിയില്ല, പക്ഷേ ചില സിമ്പിൾ റൂൾസ് ഫോളോ ചെയ്താൽ അത് സ്ലോലി ഗ്രോ ചെയ്യും. 1. സ്റ്റാർട്ട് സ്മോൾ. പലർക്കും ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ടാകും. നാളെ മുതൽ ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കും, 3 മണിക്കൂർ പഠിക്കും, ജിമ്മ് പോകും. റിയാലിറ്റി 3 ഡേയ്സ് കഴിഞ്ഞാൽ എവറിത്തിങ് സ്റ്റോപ്പ്. ഇൻസ്റ്റെഡ് 10 മിനിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും, 10 മിനിറ്റ്സ് റീഡിംഗ്, 10 മിനിറ്റ്സ് വർക്കൗട്ട്. കൺസിസ്റ്റൻസി ഈസ് മോർ പവർഫുൾ ദാൻ ഇന്റൻസിറ്റി. 2. റിമൂവ് ഫ്രിക്ഷൻ. നിങ്ങൾ ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എൻവയൺമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ, ഫോൺ ഡിസ്ട്രാക്ഷൻസ്. സ്റ്റഡി ചെയ്യുമ്പോൾ ഫോൺ പാശയുണ്ടെങ്കിൽ ഫോക്കസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അതുകൊണ്ട് സിമ്പിൾ റൂൾ: സ്റ്റഡി ടൈം, ഫോൺ മറ്റൊരു റൂമിൽ. എൻവയൺമെന്റ് ചേഞ്ച് ചെയ്താൽ ഡിസിപ്ലിൻ ഈസി ആവും. 3. മേക്ക് എ സിമ്പിൾ റൂൾ. സക്സസ്ഫുൾ ആളുകൾക്ക് കോംപ്ലിക്കേറ്റഡ് സിസ്റ്റംസ് ഇല്ല, അവർക്ക് ക്ലിയർ റൂൾസ് ഉണ്ട്. എക്സാമ്പിൾ, എവറി ഡേ 30 മിനിറ്റ്സ് റീഡിംഗ്. മൂഡ് എന്തായാലും, എനർജി എന്തായാലും, റൂൾ സെയിം ആണ്. റൂൾസ് ഡിസിഷൻ ഫാറ്റീഗ് കുറയ്ക്കും. 4. ട്രാക്ക് യുവർ പ്രോഗ്രസ്. ഹ്യൂമൻ ബ്രെയിൻ പ്രോഗ്രസ് കാണാൻ ഇഷ്ടപ്പെടും. കാലണ്ടറിൽ മാർക്ക് ചെയ്യും. ടുഡേ യു സ്റ്റഡീഡ്, ചെക്ക്. വർക്കൗട്ട് ഡൺ, ചെക്ക്. ഒരു ചെയിൻ ഉണ്ടാകും, അത് ബ്രേക്ക് ചെയ്യാൻ മനസ്സില്ല. ദിസ് സിമ്പിൾ ട്രിക്ക് വളരെ പവർഫുൾ ആണ്. നിങ്ങൾ ജീവിതം ചേഞ്ച് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്ന ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? പെർഫെക്റ്റ് മോട്ടിവേഷൻ വെയിറ്റ് ചെയ്യുക. ബട്ട് സക്സസ്ഫുൾ പീപ്പിൾ മോട്ടിവേഷൻ വെയിറ്റ് ചെയ്യുന്നില്ല, അവർ ആക്ഷൻ എടുക്കും. സംടൈംസ് സ്ലോ, സംടൈംസ് മെസ്സി, ബട്ട് കൺസിസ്റ്റന്റ്. ബിക്കോസ് അവർക്കറിയാം മോട്ടിവേഷൻ കംസ് ആൻഡ് ഗോസ്, പക്ഷേ ഡിസിപ്ലിൻ സ്റ്റേസ്. ഇന്ന് ഈ വീഡിയോയിൽ ഒരു സിമ്പിൾ ട്രൂത്ത് മാത്രം ഓർക്കും. മോട്ടിവേഷൻ നല്ലതാണ്, പക്ഷെ അത് ടെമ്പററിയാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യുന്നത് ഡെയിലി ഡിസിപ്ലിനാണ്. അതിനാൽ ഇന്ന് വലിയ ലൈഫ് ചേഞ്ച് വേണ്ട, ഒരു ചെറിയ സ്റ്റെപ്പ് മാത്രം. 10 മിനിറ്റ്സ് ഫോക്കസ്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, അത് ഇന്ന് റിപ്പീറ്റ് ചെയ്യുക, നാളെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. സ്ലോലി
നിങ്ങളുടെ ജീവിതം മാറും. അത് ഓവർനൈറ്റ് അല്ല, പക്ഷേ സർട്ടൻലി. നമ്മളെല്ലാം സ്ലോലി ഇംപ്രൂവ് ചെയ്യാം. 1 ഡിസിപ്ലിൻ ഡേ അറ്റ് എ ടൈം.